കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പിൽ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ഒരു പുതിയ കാര്യം പഠിക്കും. ഓരോ നോയമ്പിൽ ഒരു വിശ്വാസി കർത്താവിലേക്ക് കൂടുതൽ ചേർക്കപ്പെടും. ഓരോ നോയമ്പിൽ കർത്താവായ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ മക്കളെ അനുഗ്രഹത്തിലേക്കും കൃപയിലും വളർത്തി ചേർക്കും. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം ഏതാണ്ട് ഇത് തന്നെയാണ്. കർത്താവായ യേശുമിശിൻ്റെ ആഗ്രഹമാണ്. അത് നമ്മൾ ചെയ്യണം എന്ന് നമുക്കുള്ളൊരു ദൗത്യമാണ്. വി ആർ കമ്മിറ്റഡ് ടു ഗോഡ് ആൻഡ് ദിസ് കമ്മിറ്റ്മെൻറ്റ് ഷുഡ് റിമെയിൻ ഓൾവേസ് വിത്തിൻ അസ്. ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 15-16 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ആദ്യം കർത്താവായ യേശുമിശിഹ നമ്മൾ ഈ ഭൂമിയിൽ ഉപ്പായിത്തീരണം. അതിനുശേഷം കർത്താവായ യേശുമിശിഹ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രകാശമായി തീരണം. പിന്നെ കർത്താവായ യേശുമിശിഹ ആഗ്രഹിക്കുന്നത് ഈ ആയ പ്രകാശത്തെ അത് ഒളിപ്പിച്ചു വയ്ക്കാതെ മറ്റവർക്ക് ആ പ്രകാശം പകർന്നു കൊടുക്കണം. ഇന്ന് 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കർത്താവായ യേശുമിശിഹ എന്തായിരിക്കും നമ്മളോട് ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മളോടൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ കർത്താവ് രക്ഷപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിനർത്ഥം എന്തായിരിക്കും? നമ്മളിന്ന് ആദ്യം കർത്താവ് നമ്മളോട് ഉപ്പായിത്തീരാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഉപ്പ് ഭക്ഷണത്തെ സ്വാദിഷ്ടവും അത് കഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുന്നത് പോലെ ഓരോ വ്യക്തിയും ഉപ്പായിത്തീരണം. അതായത് നമ്മളെ വ്യക്തികൾ സ്വീകരിക്കണം, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം, ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്വീകരിക്കണം, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സ്വീകരിക്കണം. അവൻ ക്രിസ്തുവിൻ്റെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമ്മുടെ അപ്പൻ്റെ പേര് വെച്ചാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? അവൻ ആ വ്യക്തിയുടെ മകനാണ്, അവൻ അല്ല അവൾ തോമസിൻ്റെ മകനാണ്, അല്ലെ തോമസിൻ്റെ മകള എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്തായിട്ട് അറിയപ്പെടണം? ദൈവഭക്തിയുള്ളൊരു കൊച്ചാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണ്, പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ്, അവൻ അനുഗ്രഹമുള്ളൊരു കുഞ്ഞാണ് എന്ന് വേണം നമ്മൾ അറിയപ്പെടാൻ. അങ്ങനെ അറിയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ ഉപ്പ് പോലെയായി മാറും. മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ ഉപ്പ് അനുഗ്രഹമായി തീരും. പക്ഷെ അതേ സമയത്ത് മനസ്സിലാക്കണം, ഈ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുള്ള ഈ അനുഗ്രഹം ഇല്ലാതായാൽ വലിച്ചെറിയാനും ചവട്ടപ്പെടാനും മാത്രമേ നമ്മളെ കൊണ്ടുകൊള്ളത്തുള്ളൂ. അതിനുള്ള യോഗ്യതയുള്ളൂ. പക്ഷേ ഈ ഉപ്പിൻ്റെ ഉറവ് കുറയാതെ അത് ദിവസം തോറും ക്രിസ്തുവിൽ ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മൾ പ്രകാശമാണ്. ഒരു ബൾബ് ഇട്ടാൽ പ്രകാശം കത്തും. പക്ഷെ അതല്ല, ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ ദൈവിക ചൈതന്യം വിശുദ്ധ കുർബാനയിൽ എനിക്ക് നൽകണത്, ഞാൻ ഈ മുറിക്കപ്പെടുന്ന ഈശോയുടെ തിരുശരീരം ഞാൻ സ്വീകരിക്കുമ്പോൾ, ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ, വചനത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ഞാൻ ഓരോ ദിവസം ക്രിസ്തുവിൽ പ്രകാശം നേടുന്നു. പക്ഷേ ഈ പ്രകാശമെല്ലാം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചാൽ എന്തോ ഉപയോഗമുണ്ട്? ഈ പ്രകാശം നൽകപ്പെടണം, ദൈവജനത്തിനു വേണ്ടി നൽകപ്പെടണം, വിശ്വാസത്തിനു വേണ്ടി നൽകപ്പെടണം, രോഗശാന്തിക്ക് വേണ്ടി നൽകപ്പെടണം, പ്രാർത്ഥിക്കാനും ദൈവികമായ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ജനതയ്ക്ക് വേണ്ടി സുവിശേഷം പറഞ്ഞുകൊണ്ട് ഈ പ്രകാശം ഞാൻ പകർത്തി കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കർത്താവിൻ്റെ മക്കളാണ്. അപ്പോൾ മക്കളാവുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഉപ്പായിത്തീരാം, പ്രകാശമായി തീരാം. നമ്മൾ വഴി അനേകം വ്യക്തികൾ കർത്താവിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ വഴി നമ്മുടെ കുടുംബം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ നോയമ്പ് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.